മുൻ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഇമേജിന് കോട്ടം തട്ടിയെന്ന് ആരു പറഞ്ഞാലും അദ്ദേഹം സമ്മതിക്കില്ല. ഗണേശിന്റെ ഇമേജ് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണത്രേ. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ ജയിച്ചത് ഗണേഷ് കുമാറിനോടുള്ള ജനങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണത്രേ. എങ്ങനെ കൈകാര്യം ചെയ്താൽ എനിക്കൊന്നുമില്ല, കാരണം എന്നോടൊപ്പം ജനങ്ങൾ ഉണ്ട് എന്ന് പത്തനാപുരത്ത് പല എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും മണ്ഡലത്തിൽ ദയനീയമായി UDF സ്ഥാനാർത്ഥി പുറകോട്ട് പോവുകയും പരാജയപ്പെടുകയും ജയിച്ചെങ്കിൽ തന്നെ പുറകോട്ട് പോവുകയും ചെയ്തപ്പോൾ ഗണേഷ് കുമാറിന്റെ മണ്ഡലമായ പത്തനാപുരത്ത് രാഷ്ട്രീയത്തിന് അതീതമായി ജാതിക്കും മതത്തിനും അതീതമാണ്. ഇവിടെ ഇരിക്കുന്ന യൂത്ത് ബ്രാൻഡിന്റെ പ്രവർത്തകരായ എന്റെ സഹോദരന്മാരുടെ നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായി കൊടിക്കുന്നിൽ സുരേഷിന് മണ്ഡലത്തിൽ മൊത്തം കിട്ടിയ വോട്ടിന്റെ പകുതിയിലധികം വോട്ട് പത്തനാപുരത്തെ ജനങ്ങൾ ഗണേഷ് കുമാറിനുള്ള വിശ്വാസമാണ്. അത് രാഷ്ട്രീയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അവരോട് ബന്ധപ്പെട്ടുള്ള കാര്യം അക്കാര്യത്തിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൊടിക്കുന്നിൽ സുരേഷുമായി നിൽക്കുന്ന ചിത്രത്തോടെ അഭ്യർത്ഥന, എന്റെ സഹോദരനാണ് കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തെ നിങ്ങൾ സഹായിക്കണമെന്ന ആഹ്വാനമാണ് പത്തനാപുരത്തെ ജനങ്ങൾ ഏറ്റെടുത്തത്. എന്റെ പാർട്ടിയുടെ എന്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്നല്ല, എന്റെ സഹോദരനാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ആ ആഹ്വാനം നല്ലവരായ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു. അതിന്റെ അർത്ഥം ഗണേഷ് കുമാർ ഇപ്പോഴും വെരി വെരി പോപ്പുലർ എന്ന് തന്നെയാണ്. അങ്ങനെയൊന്നും ഒരു ദിവസം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാറിനെ തകർക്കാൻ കഴിയില്ല. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതാണ്, സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്, അഴിമതി നടത്താത്തവൻ. വാങ്ങും കേട്ടോ, സത്യമാവുന്നവർക്കിലേക്ക് ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, വിഘ്നവിനായക ശരണം ഗണേശ, ശക്തിപ്രദായക ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ. മൂഷിക വാഹന മോദക ഹസ്ത വിളംബിത സൂത്ര ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഗണേശ ശരണം ശരണം ഗണേശ, ഏകദന്തനെ ലംബോദരനെ പ്രണവരൂപനെ ശരണം ഗണേശ. മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് അന്തസ്സായിട്ട് എന്റെ ആദർശത്തിന്റെ പുറത്ത് ഞാൻ പുറത്ത് ഞാൻ ഓടിച്ചു വിട്ടെന്ന് വിട്ടിട്ട് പോയത്. വിട്ടിട്ട് പോകുമ്പോൾ ആ 12:30 മണിക്ക് ഞാൻ രാജിവെക്കുമ്പോൾ എന്റെ മേശപ്പുറത്ത് ഒരു ഫയലും ഉണ്ടായിരുന്നു. കൊടിക്കുന്നിലിനെ ഉയർത്താൻ മാത്രമല്ല തിരുവഞ്ചൂരിനെ ഇകഴ്ത്താനും ഗണേശന് അറിയാം. ആര്യാടൻ വഴി തിരുവഞ്ചൂരിന്റെ കയ്യിലെത്തിയ KSRTCയിലൂടെയാണ് ഗണേശൻ തിരുവഞ്ചൂരിന്റെ കഴിവുകേട് തിരിച്ചറിഞ്ഞത്. തിരുവഞ്ചൂരാണെങ്കിൽ ആനവണ്ടിയെ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കാനുള്ള പരിപാടിയിലുമാണ്. വേലിയില്ലാതെ നടക്കുന്ന പുരയിടത്തിലാണ് കയ്യേറും എന്ന് പറഞ്ഞതുപോലെ വേലി കെട്ടിയിട്ടാൽ കയ്യേറാതിരിക്കും. ഒരു മടിയുണ്ട്, കയ്യേറേണ്ടവർ വേലി ഒളിച്ച് കയ്യേറാം, പക്ഷേ ഒന്ന് മടിക്കും. ഈ രാജ്യത്ത് കമ്പ്യൂട്ടർ പോലുള്ള സാങ്കേതികത വളർന്ന ഈ കാലത്ത് അഴിമതിയെ കുറിച്ച് പ്രസംഗിക്കാതെ അഴിമതി തടയാൻ കമ്പ്യൂട്ടറൈസേഷൻ പരമാവധി ഉപയോഗിക്കാം. കാരണം മനുഷ്യനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ, മനുഷ്യനെ കൊണ്ട് ക്രമക്കേട് നടത്തുന്ന കാര്യങ്ങൾ യന്ത്രത്തിലാക്കാം. എനിക്കിത് അഭിമാനത്തോടെ പറയാം. 2001 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ മുഴുവൻ പർച്ചേസിംഗ് സാധനങ്ങളുടെ പേയ്മെന്റും കമ്പ്യൂട്ടർ വഴി മാത്രം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ ആവശ്യമാണ്. അതുകൊണ്ടാണ് KSRTCയിൽ ആവശ്യത്തിന് സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നു, KSRTCയിൽ അഴിമതി ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് അത് പൊളിച്ചു. അതെ, നിങ്ങളൊരു 6 മാസം കാത്തിരുന്നുള്ളൂ. ഇത്രയും ഭാരിച്ച വിഷമത്തിൻ്റെ മധ്യത്തിൽ മുങ്ങി താഴാൻ നിൽക്കുന്ന ഒരു ഇതല്ലേ, അവിടുന്ന് അതിനെ ക്രെയിനിട്ട് നമുക്ക് പൊക്കണം. പണം കൊടുക്കാനുള്ളവൻ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. എങ്ങനെ ഏതൊരു മാധ്യമത്തിൽ കണ്ടു, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടി യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങൾ KSRTC ഗോഡൌണിൽ കോടിക്കണക്കിന് കിടക്കാൻ. അങ്ങനെ വർക്ക് ചെയ്താൽ ഇവിടം വരെ എത്തിയത്. ഇനിയിപ്പോൾ മുമ്പോട്ട് പോകണം. ആ മുമ്പോട്ട് പോകണമെങ്കിൽ എല്ലാം ബാങ്കുകളും ഒക്കെ ആയിട്ട് സംസാരിക്കണ്ടേ. ആ സംസാരിച്ച് അതിലോട്ട് എത്തിക്കണം. ആ എത്തിക്കുന്നതിനുള്ള പരിശ്രമമാണ്. ഇത് പണ്ടുണ്ടായിരുന്നു, അത് ഒഴിവായതാണ്, വീണ്ടും വന്നുകൂടി. 6 മാസം കാത്തിരിക്കുക അങ്ങനെ വേണമല്ലോ. കാരണം ഇത്രയും വലിയ ഇതല്ലേ, അത് പെൻഷൻ കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഇത് ടോട്ടലായിട്ട് ഇത് ബ്രേക്ക് ഈവൻ ആക്കാനായിട്ടുള്ള ഒരു സന്ദർഭത്തിലോട്ട് നമുക്ക് എത്തണം. 100 ഗ്ലാസ് ഇരിപ്പുണ്ട് വണ്ടിക്ക് ഇടുന്ന ഉദാഹരണം. വണ്ടിക്ക് ഇടുന്ന ഗ്ലാസ് വണ്ടിക്ക് കല്യാണമൊന്നുമില്ല, കണ്ണാടി പൊട്ടിയില്ല, 100 ഗ്ലാസ് ഇരിപ്പുണ്ട്. ഏതൊരു കണ്ണാടി കമ്പനിക്കാരൻ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെ സ്വാധീനം. അയാളോട് പറയും ഞങ്ങൾ 1000 ഗ്ലാസ് ഇറക്കാം, കമ്മീഷൻ തരാമോ. അപ്പൊ ഈ 100 ഗ്ലാസ് ഇരിക്കുമ്പോൾ പിന്നെ വാങ്ങാനൊക്കത്തില്ല. ഇവൻ നേരെ ഡിപ്പോയിലേക്ക് വിളിച്ചു പറയും ഗ്ലാസിന് ഷോർട്ടേജ് വരാൻ പോകണം, അവിടെ ഗ്ലാസ് ഉണ്ടോ. അപ്പൊ ഡിപ്പോയിന്ന് പറയും ഗ്ലാസ് വേണ്ട, കണ്ണാടി ആവശ്യമില്ല, ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, അല്ലെ എന്നാലും അതിനെ ഷോർട്ടേജ് വരാൻ സാധ്യത നീ വേണേ എടുത്തു എന്ന് പറയും. അപ്പൊ അവിടെ 100 ഡിപ്പോയിൽ 5 കണ്ണാടി കയറും. 10 ഡിപ്പോയിൽ എഴുതി കഴിയുമ്പോൾ 20 ഡിപ്പോയിൽ എഴുതി കഴിയുമ്പോൾ കണ്ണാടി 100 വന്ന് പോയി, ഇവിടെ കാലിയായി.
1000 കണ്ണാടി പുതുതായിട്ട് വാങ്ങിക്കണം, ആവശ്യമില്ലാത്ത സാധനം വാങ്ങിക്കൊണ്ടിരിക്കുക, അതിന്റെ കമ്മീഷൻ അടിച്ചോണ്ട് പോകും. കൈ കിട്ടിയ കാശാത്ത നമ്മളതിനെല്ലാം പരിശ്രമം നടത്താൻ നമ്മുടെ മനസ്സാണ് ഇതിനകത്ത്. തുക കൊടുത്തു, ഏപ്രിൽ മാസത്തെ മുഴുവൻ കൊടുത്തു, ഏപ്രിൽ മാസത്തെ കൊടുത്തു. മെയ് മാസത്തിലെ കുറച്ചൊരു അപ്പം ഞങ്ങൾ 50 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചിരുന്നു. പക്ഷേ 62 കോടി രൂപ വേണം അത് കൊടുക്കണമെങ്കിൽ. ആ 62 കോടി രൂപ പൂർണ്ണമായി ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഉണ്ടായിരുന്ന അത്രയും തുക കൊടുത്തു. ആരാണ് ആദ്യം വന്ന് കാണുന്നത്? അവന്റെ ബില്ല് മാറി കൊടുക്കും. ഈ സംവിധാനം ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ട്രാൻസ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അന്ന് കമ്പ്യൂട്ടറാണ് തീരുമാനിക്കുന്നത്. ആദ്യം സാധനം തന്നതാര്, ആദ്യം ബില്ല് കൂടുതൽ കൊടുക്കാനുള്ളതാർക്ക്, അത്യാവശ്യ സാധനം തന്നവനാര്, അവൻ ആരെന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കും. കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ ഉണ്ട്, അതനുസരിച്ച് ഇന്ന ആളുകൾക്ക് ഇത്ര രൂപ വെച്ച് ഇന്ന് 10 ലക്ഷം രൂപ KSRTC പേയ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ 10 ലക്ഷം രൂപ ഏതൊക്കെ കമ്പനിക്ക് എങ്ങനെ വീതിക്കണം എന്നൊരു പ്രിന്റ് ഔട്ട് കിട്ടും. ആ പ്രിന്റ് ഔട്ടിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അടിയിൽ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് ആ ചെക്ക് എഴുതി കൊടുക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം ഉണ്ടായിരുന്നു. അന്ന് അഴിമതി ഇല്ലായിരുന്നു. ഇപ്പൊ ശരിയായി ഡീസൽ കൊണ്ടുപിടിക്കും. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടതേ ഉള്ളൂ. ആഹാ, എന്നാ ഇപ്പൊ ശരിയായി തരാ. മെതിനെ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇപ്പൊ ശരിയായി തരാം. എന്താണ് ശരിയാവും. പിള്ളേച്ചന്റെ വഴിയിൽ തന്നെയാണ് മകൻ ഗണേശൻ പിള്ളയും. കോൺഗ്രസുകാരെ ആഞ്ഞങ്ങ് ആക്രമിക്കുക. ആക്രമണം കഴിയുമ്പോൾ ഇത്തവണ ഗണേശൻ മന്ത്രിസഭയിൽ എത്തുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. VM സുധീരൻ ബാറുകൾക്കെതിരെ പോരാടുമ്പോൾ മദ്യമന്ത്രി ജനത്തെ മദ്യം കുടിപ്പിക്കാൻ പ്രവർത്തിക്കുന്നു എന്നാണല്ലോ ആരോപണം. ഇപ്പറയുന്നത് ശരിയെന്ന് തോന്നും രണ്ടുപേരുടെയും വർത്തമാനം കേട്ടാൽ. മദ്യം കഴിക്കരുത്, ബാറുകൾ പൂട്ടണം എന്നൊക്കെ സുധീരൻ പറയും. എന്നാൽ മദ്യമൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് ബാബുവും പറയും. ചുരുക്കത്തിൽ ബാറുകൾക്കൊപ്പം ആര് എന്ന് പെട്ടെന്നറിയാൻ കഴിയും എന്നർത്ഥം. നമ്മുടെ എക്സൈസ് മന്ത്രി ശ്രീ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ നേരത്തെ മുതൽ തന്നെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ ആരംഭിച്ചുകൊണ്ട് ലഹരിയിൽ നിന്നുള്ള മോചനത്തിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മദ്യ നിരോധനം എന്നുള്ളത് പ്രായോഗികമാണ് എന്ന് കരുതാൻ സാധിക്കില്ല. വികാരപരമായി അത് പറയാം, പക്ഷെ പ്രായോഗികമാകുന്ന ഒരു കാര്യം കൂടി ഇതിന്റെ പിന്നിൽ വേണം. എല്ലാം ചീറ്റി. ആത്യന്തികമായി ലഹരി എന്നുള്ള മഹാവിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കുള്ള പങ്ക്. മദ്യ നിരോധനം അങ്ങ് ഏർപ്പെടുത്തിയാൽ ഇതെല്ലാം റെഡിയാവും എന്നൊരു ധാരണയുണ്ട്. ഞാൻ സമ്മതിക്കില്ലടാ. ചാകുന്നവനെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അഡ്വക്കേറ്റ് ജെറി, ഞങ്ങളെ ഒരാളെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കാൻ ശ്രമിച്ച വന്ന് കേറിയപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമുക്കറിയാം, ഈ മദ്യവിൽപ്പനശാലകൾക്ക് അനുവാദം കൊടുക്കാനുള്ള അധികാരം നമ്മുടെ നയപരമായ ഒരു തീരുമാനമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയത്, പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും നൽകിയത്. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിച്ച പഞ്ചായത്തുകളുണ്ട്, നഗരസഭകളുണ്ട്. പക്ഷേ വളരെ മോശമായി പ്രവർത്തിച്ച നഗരസഭകളും പഞ്ചായത്തുകളുമുണ്ട്. നമുക്ക് വികാരപരമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അത് പ്രായോഗികമാണോ എന്നുള്ളതും കൂടി പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ചില സംഘടനകൾ ധരിച്ചിട്ടുള്ളത് മദ്യ നിരോധനം നടപ്പാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ട്രെയിനിലിരുന്ന് വെള്ളടിക്കല്ലടാ. എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു ഇതിന്റെ ഓർഡിനൻസ് വന്ന് 48 മണിക്കൂറിനകം തൃശ്ശൂർ ജില്ലയിലെ വനിത നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്തിൽ അവിടെയുള്ള എല്ലാ കക്ഷികളും കൂടി യോജിച്ചുകൊണ്ട് NOC കൊടുത്തു. അതിന് വികാരപരമായ ഒരു തീരുമാനമല്ല ആവശ്യം. മദ്യം കാഴ്ചശക്തി കൂട്ടും, ഒന്നിനെ 2 കാണാൻ പറ്റും. എനിക്കിപ്പോ 4 കാണുന്നുണ്ട്, ഇരട്ടി ശക്തി. രസകരമായ ഒരു സംഭവമുണ്ട് ഇതിനകത്ത്. അതാ സംഘടനയ്ക്കകത്തുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മുതലെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യങ്ങളും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് വളരെയേറെ ചീത്തപ്പേര്. നമുക്കറിയാം, ഇവിടെ കാഞ്ഞങ്ങാട് നഗരസഭ KPCC തീരുമാനമെടുത്ത് എല്ലാവർക്കും നൽകിയിരുന്നു, അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ അവര് ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. അവർക്ക് വിശദീകരണം ചോദിച്ചു. വിശദീകരണം ചോദിച്ചപ്പോഴാണ് അതിൽപ്പെട്ട ഉത്തരവാദപ്പെട്ട ഒരാളുടെ മറുപടി നമുക്ക് കിട്ടുന്നത്.
ഇവിടെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാറുകളൊക്കെ ഒരാൾ കോട്ടയംകാരനും ഒരാൾ കണ്ണൂർക്കാരനുമാണ്. ഈ നാട്ടുകാരനായ ഒരാളുടെ ബാറിന് അപേക്ഷ വന്നതുകൊണ്ട് അത് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഒരു വിശദമാനം. നമുക്ക് വികാരപരമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അത് പ്രായോഗികമാണോ എന്നുള്ളതും കൂടി. നിനക്ക് ശക്തിമാനാണ്ടേ? ഒന്നുമില്ല, ശക്തിമാനാവണ്ടേ? നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കുടിപ്പിക്കാണല്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട, അവന്റെയും കൂടി ഞാൻ കുടിച്ചാലോടാ ടി. നീ ഇപ്പൊ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. അല്ലെങ്കിൽ മദ്യമന്ത്രിമാർ മദ്യത്തോടൊപ്പമല്ലേ നിൽക്കൂ? അതല്ല എന്ന് പ്രതീക്ഷിക്കുന്ന സുധീരന്മാർക്കാണ് നില തെറ്റിയിരിക്കുന്നത്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഫുട്ബോൾ മാച്ച്.